വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. കരുണയുടെ കർത്താവിൻ്റെ പടത്തിൻ്റെ താഴെ നമ്മൾ എല്ലായ്പ്പോഴും കാണുന്ന ഒരു വാചകമുണ്ട്. അത് ഈശോ പറഞ്ഞിട്ട് അവിടെ എഴുതി ചേർക്കുന്നതാണ്. ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. വളരെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ മലയാളികളുടെ ഒരു രസമെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയില്ല എന്നുള്ളതാണ്. ശരണം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉദാഹരണത്തിന് ശരണത്തെ ഇംഗ്ലീഷിൽ പറയുന്നത് ട്രസ്റ്റ് എന്നൊരു വാക്കാണ്. ട്രസ്റ്റ്. ദൈവത്തെ ഐ ട്രസ്റ്റ് യു ജീസസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരർത്ഥം, ചെറുപ്പത്തിലൊക്കെ ഞാൻ വിചാരിച്ചിരുന്നൊരർത്ഥം ഇങ്ങനെ ആശ്രയിക്കുന്നു, അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ ശരണപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി നമ്മൾ അതിൻ്റെ ഡിക്ഷണറി മീനിങ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വ്യക്തിയുടെ കഴിവിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ കഴിവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്. ബിലീവ് ഇൻ ദ എബിലിറ്റി ഓഫ് സംബഡി, അങ്ങനെയാണ് ഡിക്ഷണറികൾ അതിനെക്കുറിച്ച് പറയുന്നത്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ആ വ്യക്തിയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ആ വ്യക്തിയുടെ അത് ചെയ്യുമെന്ന് അല്ലെങ്കിൽ അത് നിറവേറ്റുമെന്ന് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. പക്ഷേ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യും, അല്ലെങ്കിൽ ആ വ്യക്തി നോക്കിക്കൊള്ളും. ഒരാൾ നമ്മളൊരു സ്ഥാപനത്തിലെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്, നമ്മൾ ആ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല. ചില ആൾക്കാരെക്കുറിച്ച് നമ്മൾ പറയുമല്ലോ, നമ്മുടെ വീട്ടിലെ കല്യാണം വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു ആവശ്യം വരുന്നു, നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കാര്യം ചെയ്യേണ്ടി വരുന്നു, നമ്മളൊരാളെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഡു യു ട്രസ്റ്റ് ഹിം? നീ ആ വ്യക്തിയെ വിശ്വസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ശരണപ്പെടുന്നുണ്ടോ എന്നാണ് അർത്ഥം. ചോദ്യത്തിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ ശരിക്കും നമ്മൾ പറയും, യെസ് ഐ ട്രസ്റ്റ് ഹിം, ഞാൻ അവനെ ശരിക്കും എനിക്ക് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. ഇത് ഈ ആശയം വെച്ചാണ് നമ്മൾ കർത്താവിനെ ട്രസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്നും കർത്താവിന് എൻ്റെ ജീവിതത്തെക്കുറിച്ച് കരുതലുണ്ടെന്നും എൻ്റെ ജീവിതത്തെ സംരക്ഷിക്കുവാൻ അവൻ മതിയായവനാണെന്നും അവൻ സംരക്ഷിക്കുന്നതായി എനിക്ക് തോന്നിയില്ലെങ്കിൽ തന്നെയും എൻ്റെ കർത്താവിന് എന്നെക്കുറിച്ചുള്ള പദ്ധതിയുടെ ആത്യന്തികമായ ലക്ഷ്യം എൻ്റെ സംരക്ഷണവും എൻ്റെ വിജയവുമാണെന്നും ഞാൻ വിശ്വസിക്കുന്നതാണ് ട്രസ്റ്റ്. വളരെ രസകരമായി ബൈബിളിൽ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് അബ്രഹാം തൻ്റെ മകനുമായിട്ട് പോവുകയാണ്. അബ്രഹാം ഈ മകനെ ബലിയർപ്പിക്കാൻ പോവുകയാണ്. ദൈവം പറഞ്ഞിട്ടാണ് ബലിയർപ്പിക്കാൻ പോകുന്നത്. മകനത് അറിയാവോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അബ്രഹാമുമായ മകനുമായിട്ട് ഇങ്ങനെ മല കയറി പോകുമ്പോൾ മകനെ കൊല്ലാനായിട്ട് അബ്രഹാം ഇങ്ങനെ പരിശ്രമിക്കുന്ന സമയത്ത് അബ്രഹാമിനെ ഒരു ദൈവദൂതൻ തടയുകയും മറ്റൊരു ആടിനെ പകരം നൽകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. വളരെ മനോഹരമാണ്, വായിക്കുമ്പോൾ എക്സൈറ്റഡ് ആണ്. കുട്ടിയെ തുടരുത് എന്ന് പറയുന്ന അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മൾ കാണുന്നു. എന്നാൽ ഒന്ന് ചിന്തിച്ച് ബൈബിൾ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഉണ്ടാകാവുന്ന ഒരു ചോദ്യം, കായേൻ ആബേലിനെ കൊന്നപ്പോൾ ഈ ദൈവം എവിടെയായിരുന്നു? ഈ ദൂതൻ എവിടെയായിരുന്നു? എന്തുകൊണ്ട് കായേൻ്റെ കൈ തടഞ്ഞില്ല? നമുക്കിങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാം, മോശ അത്ഭുതകരമായി മോശയെ ദൈവം രക്ഷിക്കുന്നുണ്ട്. മോശയെ ദൈവം രക്ഷിക്കുന്നത് ഇസ്രയേലിൻ്റെ നായകനാകുവാൻ വേണ്ടി, ഇസ്രയേലിൻ്റെ വിമോചകനാകുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന മോശയെ അത്ഭുതകരമായിട്ടാണ് ദൈവം രക്ഷിക്കുന്നത്. കൊട്ടാരത്തിൽ വളർത്തുകയാണ്. ഏത് കൊട്ടാരം മോശയെ കൊല്ലാൻ ശ്രമിച്ചുവോ ആ കൊട്ടാരത്തിൽ മോശ വളരുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നു. എന്നാൽ മോശയെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ വായിച്ച് ആവേശം കൊള്ളുമ്പോൾ തന്നെ വളരെ സൂക്ഷ്മതയോടെ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു ചോദ്യം, മോശയുടെ സമയത്ത് മരിച്ചുപോയ അനേകം ശിശുക്കളുണ്ട്, ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊന്നും ദൈവം എന്തുകൊണ്ട് ഇടപെട്ടില്ല? കാണാൻ പറ്റും. വീണ്ടും നമുക്ക് എലീഷായുടെ ഒരു കഥ നമ്മൾ കാണുകയാണ്. ദൈവപുരുഷൻ്റെ ദാസൻ, ഞാൻ വായിക്കാം, അത് 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിലാണ് 15 മുതലുള്ള വാക്യങ്ങൾ.
ദൈവപുരുഷന്റെ ദാസൻ അതിരാവിലെ എഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ രഥങ്ങളും കുതിരകളുമായി സൈന്യം നഗരം വളഞ്ഞിരിക്കുന്നത് കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, അയ്യോ യജമാനനെ, നാം എന്താണ് ചെയ്യുക? അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ എലീഷ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവൻ്റെ കണ്ണുകൾ തുറക്കണമേ, ഇവൻ കാണട്ടെ. കർത്താവ് അവൻ്റെ കണ്ണുകൾ തുറന്നു. എലീഷയ്ക്ക് ചുറ്റും മല ആഗ്നേയ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. സിറിയാക്കാർ തനിക്കെതിരെ വന്നപ്പോൾ എലീഷ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഇവരുടെ കണ്ണുകൾ അന്ധമാക്കണമേ. എലീഷയുടെ പ്രാർത്ഥനയനുസരിച്ച് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കി. അപ്പോൾ എലീഷ അവരോട് പറഞ്ഞു, വഴി ഇതല്ല, പട്ടണവും ഇതല്ല, എന്നെ അനുഗമിക്കുക. നിങ്ങൾ അന്വേഷിക്കുന്നവരുടെ അടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അവൻ അവരെ സമരിയയിലേക്ക് നയിച്ചു. ഇതാണ്, അതായത് എലീഷയുടെ അടുക്കൽ വന്ന് തൻ്റെ ദാസൻ പറയാണ്, നമ്മുടെ ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ്. എന്നാൽ എലീഷ പറയുന്നു, നമ്മുടെ ചുറ്റും ധാരാളം ദൈവത്തിൻ്റെ സൈന്യം, ആഗ്നേയ രഥങ്ങൾ, ഇതൊക്കെ പാളയമടിച്ചിരിക്കുകയാണ്. എന്നാൽ പിന്നീട് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത് ഇസ്രായേൽക്കാരെ ശത്രുക്കൾ വളയുന്നതും ഓടിച്ചിട്ട് തല്ലുന്നതും കീഴടക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ ഇത് വായിച്ച് ആവേശം കൊണ്ടയാൾ ഇപ്പുറത്ത് വരുമ്പോൾ തോന്നും, എൻ്റെ കർത്താവേ, നീ എന്തുകൊണ്ടാണ് ഇവിടെ ഇതൊന്നും ഉപയോഗിക്കാതിരുന്നത്? നമുക്ക് കാണാം, ദാനിയേൽ സിംഹക്കുഴിയിൽ കിടക്കുന്ന സമയത്ത് ഹബക്കൂക്ക് പ്രവാചകന്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് എന്നതുപോലെ ദൈവദൂതൻ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ദാനിയേൽ പ്രവാചകൻ കിടക്കുന്ന സിംഹക്കുഴിയുടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന അപ്പം കൊടുക്കുകയാണ്. ഈ അപ്പം ദാനിയേൽ കഴിക്കുന്നു. എന്നാൽ ഇതുപോലെ നിരവധി ദൈവദാസന്മാർ പീഡിപ്പിക്കപ്പെടുന്നതും പല സ്ഥലങ്ങളിലാകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എല്ലാ സാഹചര്യങ്ങളിലും ദൈവം ഈ പ്രവൃത്തി ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്കൊരു ചെറിയ സംശയം തോന്നും. ചില സമയത്ത് ഉറങ്ങുകയും ചില സമയത്ത് ഉണർന്നിരിക്കുകയും ചെയ്യുന്ന ഒരാളാണോ നമ്മുടെ ദൈവം? ചില സമയത്ത് ഉഷാറായിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും മറ്റൊരു സമയത്ത് അനങ്ങാതിരിക്കുകയും ചെയ്യുന്ന ഒരാളാണോ നമ്മുടെ ദൈവം? ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമുക്ക് ട്രസ്റ്റ് നഷ്ടപ്പെടുന്നത്. നമുക്ക് ദൈവത്തെ അല്ലെങ്കിൽ പിതാവിനെ ട്രസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയായി ഭൂമിയിൽ ജീവിച്ച, നമുക്കറിയാം, ഭൂമിയിൽ ഈശോ ജീവിക്കുന്ന സമയത്ത് ഈശോ പൂർണ്ണമായും ഒരു മനുഷ്യനായി തൻ്റെ ദൈവമായിരിക്കുന്നതിൻ്റെ സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിക്കാതെ ജീവിച്ചയാളാണ്. അങ്ങനെ ഈശോ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് കാണാം, ഈശോ ജനിക്കുന്ന സമയത്ത് അനേകം മാലാഖമാർ വരുന്നുണ്ട്. ഈശോ ജനിക്കുന്ന സമയത്ത് അനേകർ മാലാഖമാർ സ്വർഗത്തിൽ നിന്ന് വലിയ ഗാനം ആലപിക്കുകയാണ്. അതേസമയം ആട്ടിടയന്മാർ വന്ന് കാണുന്നു, രാജാക്കന്മാർ ഈശോയെ വന്ന് കാണുന്നു. എന്നാൽ ഈ സമയത്ത് മാലാഖമാർ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോയെ സന്ദേശങ്ങളിലൂടെയൊക്കെ രക്ഷപ്പെടുത്തുന്ന ദൈവം ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. വളരെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ദൈവത്തിൻ്റെ സ്വഭാവം. ദൈവത്തെ വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തവർക്ക്, ട്രസ്റ്റ് ഇല്ലാത്തവർക്ക്, ശരണപ്പെടാത്തവർക്ക് ഇതിനെ ചോദ്യം ചെയ്യാൻ തോന്നും. എന്നാൽ പരിശുദ്ധ അമ്മയോ ഔസേപ്പിതാവോ ഇതിനെക്കുറിച്ച് അറിയുന്ന ആരും തന്നെ ഒരു ചോദ്യം ഉന്നയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. നമ്മൾ കാണുന്നുണ്ട്, ഒരു സ്ഥലത്ത് ഹെറോദേസ് ഒരു ദൂതൻ്റെ അടിയേറ്റ് അപ്പം മരിച്ചു വീഴുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ കിടന്ന് പുഴുവരിക്കുകയാണ്. ഇങ്ങനെ രാജാവിനെ കൊന്നുകളയാൻ പറ്റുന്ന ഒരു ദൈവദൂതൻ സ്വന്തമായുള്ള ദൈവം. നടപടി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു ദാരുണമായ അന്ത്യം. എന്നാൽ ഇങ്ങനെ സംഭവിക്കുന്ന, ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവം ചിലയിടത്തൊക്കെ അനങ്ങുന്നില്ല. അപ്പോൾ ഉഷാറാകുന്ന സമയത്ത് എഴുന്നേറ്റിട്ട് ദൂതനെ അയച്ച് ശത്രുക്കളെയൊക്കെ അടിച്ചൊതുക്കുകയും അല്ലാത്ത സമയത്ത് മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുന്ന പുസ്തകമാണോ ബൈബിൾ? അതോ ഇതിനെന്തെങ്കിലും കാര്യമുണ്ടോ?
അവിടെയാണ് ഇത്തരം സന്ദർഭങ്ങളെ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കണം എന്ന് കാണുന്ന ഒരു നിമിഷം ഈശോ നമുക്ക് കാണിച്ചു തരികയാണ്. ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചത് പൂർണ്ണമായും ഒരു മനുഷ്യനായാണ്. 100% മനുഷ്യനും 100% ദൈവവുമാണ്. പൂർണ്ണമായും മനുഷ്യനായിരിക്കും ദൈവമായിരിക്കുന്നത് ഒരു കാര്യമായി പരിഗണിക്കാതെ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ച് യേശു ജീവിക്കുമ്പോൾ ഇതാ അവർ വരികയാണ് യേശുവിനെ പിടിക്കുവാൻ വേണ്ടി. നമ്മൾ വായിക്കുന്ന മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം, അതിൽ ഈ ഭാഗം ഇങ്ങനെ വിവരിക്കുന്ന സമയത്ത് 51-ാമത്തെ വാക്യം നമ്മൾ കാണുന്നു. പത്രോസ് പ്രതികരിക്കുകയാണ്. യേശുവിനോടുകൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവൻ കൈനീട്ടി വാളൂരി പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവൻ്റെ ചെവി ഛേദിച്ചു കളഞ്ഞു. വചനം പറയുന്നു, യേശു അവനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. എന്നിട്ട് കർത്താവ് പറയുന്ന വാക്യം നമ്മൾ ശ്രദ്ധിക്കുക. എനിക്ക് എൻ്റെ പിതാവിനോട് അപേക്ഷിക്കാൻ കഴിയുകയില്ലെന്നും ഉടൻ തന്നെ അവിടുന്ന് എനിക്ക് തൻ്റെ ദൂതന്മാരുടെ 12 വ്യൂഹങ്ങളെ അയച്ചു തരികയില്ലെന്നും നീ വിചാരിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിനെ അപ്പോൾ സഹായിക്കാൻ കർത്താവ് കാണുന്ന 12 വ്യൂഹം മാലാഖമാർ റെഡിയാണ്. സ്വർഗത്തിലെ കാര്യം. ഭൂമിയിൽ യേശു ജീവിക്കുന്ന സമയത്ത് യേശു സ്വർഗീയമായ ദൈവമെന്ന യാതൊരു കാര്യവും പുറത്തെടുക്കാതെയാണ് ജീവിക്കുന്നത്. ദൈവവുമായി സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിക്കാതെ ജീവിക്കുക. അപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പിന്നെ ആ മനുഷ്യ വ്യക്തിയുടെ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് മനുഷ്യനായി അവതരിച്ച യേശുവിൻ്റെ ദൈവത്വം പ്രകടിപ്പിക്കാതെ ജീവിക്കുന്ന യേശുവിൻ്റെ സംരക്ഷണത്തിനായി സ്വർഗത്തിലെ 12 വ്യൂഹം മാലാഖമാർ റെഡിയായി നിൽക്കുന്നതായി കണ്ടുകൊണ്ടിരിക്കുന്ന യേശു പറയുന്നത്, ഈ ദൂതന്മാർ ഇപ്പോൾ പ്രവർത്തിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇവരൊക്കെ വരും, പക്ഷേ ഞാൻ ചെയ്യുന്നില്ല. ഇങ്ങനെ 12 വ്യൂഹത്തിൻ്റെ ശക്തിയോടുകൂടി സപ്പോർട്ടോടുകൂടി നിൽക്കുന്ന യേശുവാണ് നമ്മൾ കാണുന്നത്. പീലാത്തോസിൻ്റെ മുമ്പിൽ വളരെ ശാന്തനായി നിൽക്കുന്നു. പീലാത്തോസ് പറയാണ്, നിന്നെ കൊല്ലാൻ, നിന്നെ വെറുതെ വിടാൻ എനിക്ക് പറ്റും. അപ്പോൾ യേശു പറയുന്ന മറുപടി, ഉന്നതത്തിൽ നിന്ന് നിനക്ക് അധികാരം ലഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിനക്കിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 12 വ്യൂഹം യേശുവിനെ സംരക്ഷിക്കാൻ നിൽക്കുകയാണ്. നമുക്ക് ഈ സംരക്ഷണം ഹെറോദേസ് രാജാവ് കുഞ്ഞുങ്ങളെ കൊല്ലാൻ പറഞ്ഞ സമയത്ത് കാണുന്നുണ്ട്. മാലാഖമാർ ഇടപെടുന്നത് നമ്മൾ കാണുന്നുണ്ട്, ദൂതന്മാർ ഇടപെടുന്നത്. പക്ഷെ അവരൊക്കെ വളരെ ജെന്റിലായിട്ടാണ്. ആ ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും ഒരു ഇടപെടുന്നില്ല. ഈശോയെ അങ്ങ് രക്ഷിച്ച് അവിടെ നിന്ന് മാറ്റുകയാണ്. മാലാഖമാരുടെ ഇടപെടൽ നമുക്ക് അവിടെ കാണാം. പിശാചിന് ഈശോയെ കുരിശു മരണത്തിന് മുമ്പ് അപായപ്പെടുത്തുവാനുള്ള എല്ലാ സാധ്യതകളും അവൻ നോക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല സ്ഥലത്ത് വെച്ചും കുരിശു മരണത്തിലൂടെ അല്ലാതെ യേശു മരിക്കണമെന്ന് പിശാച് ആഗ്രഹിച്ച് നമുക്ക് കാണാം. അതിലൊന്നാണ് ശിശുവായിരിക്കുമ്പോൾ ഹെറോദേസിലൂടെ നടത്തിയ ഒരു പരിശ്രമം. പിന്നീട് നമുക്ക് കാണാം ഈ യഹൂദരുടെ ഇടയിൽ ചില സമയത്ത് ആൾക്കാർ ഈശോയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ കർത്താവ് രക്ഷപ്പെടാനും മാറിക്കളയാനും ഒക്കെ മാലാഖമാർ മറഞ്ഞു കളയുന്നുണ്ട് ചില സമയത്ത് അവരുടെ ഇടയിൽ നിന്ന്. ഇതൊക്കെ മാലാഖമാരുടെ സഹായം ഈശോയ്ക്ക് ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ടാകണം. ഈ മാലാഖമാർ മനുഷ്യനായിരിക്കുന്ന സമയത്ത് ഈശോയെ എങ്ങനെയെങ്കിലും അപായപ്പെടുത്താൻ പറ്റുമെന്നൊരു വ്യാമോഹം പിശാചിനുള്ളപ്പോഴാണ് പിശാചിൻ നോക്കിയിട്ട് പിശാചിന് അസൂയ വരുന്നുണ്ട്. നമുക്കത് കാണാൻ സാധിക്കും. പിശാച് യേശുവുമായി പരീക്ഷണത്തിൻ്റെ സമയത്ത് സംസാരിക്കുമ്പോൾ പിശാചിൻ്റെ അസൂയ അവൻ്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നുണ്ട്. നീ ദേവാലയത്തിൽ നിന്ന് ചാട്, നിനക്കൊന്നും പറ്റത്തില്ല, കാര്യം ദൂതന്മാരുണ്ടല്ലോ നിന്നെ സഹായിക്കാൻ. പിശാചിൻ്റെ അസൂയാണ്. അപ്പോൾ ആ ദൂതന്മാരെ അവന് കാണാം. 12 വ്യൂഹം ദൂതന്മാരെ ആ സന്നദ്ധരായി നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ദൈവ പദ്ധതിക്ക് വിലങ്ങായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ഇടപെടുവാനായി നിൽക്കുകയാണ്. എന്നാൽ അവർ അനങ്ങാതെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. യേശു ക്രൂശ് മരണത്തിന് വേണ്ടി പിടിക്കപ്പെടുമ്പോൾ ഈ മനുഷ്യനായി അവിടെ നിൽക്കുന്ന, പിടിക്കപ്പെടാൻ വിട്ടുകൊടുക്കുന്ന യേശുവാണ് ശരണം എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം. ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്, ഈ ഭൂമിയിൽ ഈശോ ജീവിച്ചത് തന്നെ ഒരു മനുഷ്യനായി നമ്മൾ എപ്രകാരം നന്നായി ജീവിക്കണമെന്ന് തെളിയിക്കുവാനാണ്. ആ മനുഷ്യനായുടെ ജീവിതത്തിൽ യേശു ദൈവം എന്ന രീതിയിൽ മനുഷ്യൻ എന്ന നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് പിതാവിനോടാണ്. ആ രീതിയിലാണ് താൻ സ്വയം ദൈവമാണെന്നുള്ളത് ഒരു സമാനതയായി പരിഗണിക്കാതെ ഭൂമിയിൽ പൂർണ്ണമായും മനുഷ്യനായി ജീവിക്കുന്ന യേശു ദൈവം എന്ന നിലയിൽ പിതാവിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പിതാവിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും മനുഷ്യരോടൊപ്പം ചേർന്ന് പിതാവിനെ ആരാധിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പോവുകയും എല്ലാ പ്രവൃത്തികളും ചെയ്യുകയും ചെയ്യുന്ന ഈശോ
പിതാവിനെ സ്നേഹിക്കാൻ മനുഷ്യമക്കളെ പഠിപ്പിക്കുന്ന ഈശോ, ആ ഈശോ പിതാവിനെ എപ്രകാരം ട്രസ്റ്റ് ചെയ്യണമെന്ന് കാണിക്കുന്നൊരു സമയമാണ്. 12 വ്യൂഹം മാലാഖമാരുണ്ടായിട്ടും മിണ്ടാതെ നിൽക്കുന്ന പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നതാണ് ഈ ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ ഇടപെടൽ, അതായത് ഉണ്ടാകാതിരിക്കുന്ന സമയത്തുള്ള യേശുവിൻ്റെ പ്രതികരണത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഈ മനസ്സാണ് ഈ സമയം നമ്മൾ സ്വീകരിക്കേണ്ടത്. കർത്താവിൻ്റെ ഈ മനസ്സ് നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ഭാഗത്ത് ട്രസ്റ്റ് എന്ന് പറയുന്നത് പൂർണ്ണമാകുന്നത്. അതായത് ദൈവം എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നല്ലതിനായേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് തിന്മ സംഭവിക്കുന്നതായി നമുക്ക് തോന്നുമ്പോഴും നമ്മൾ പറയുന്നിടത്താണ്, അല്ലെങ്കിൽ വിശുദ്ധ പൗലോസ് പഠിപ്പിച്ചതുപോലെ കർത്താവ് നമുക്ക് സംഭവിക്കുന്ന ചില പ്രവൃത്തികളെ, അതായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മയെപ്പോലും നന്മയായി പരിണമിപ്പിക്കുവാൻ കഴിവുള്ളൊരു ദൈവമാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കുന്ന ഒരു ജീവിതം. തിന്മ സംഭവിക്കുമ്പോഴും ഇത് നന്മയ്ക്കായി പരിണമിപ്പിക്കാനാണെന്നും എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ലെന്നും, ഇവിടെ യേശുവിൻ്റെ ജീവിതത്തിൽ മരണം സംഭവിക്കാൻ പോവുകയാണ്, യേശുവിനെ കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. ഈ സമയത്ത് യേശു പറയുന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ്. ഈ ഒരു ട്രസ്റ്റ് എന്തുകൊണ്ടാണ് യേശുവിന് ഉണ്ടായതെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള മാസ്റ്റർ പ്ലാൻ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാണ് എന്ന്, എൻ്റെ പിതാവിൻ്റെ കയ്യിലാണ് എന്ന യേശുവിൻ്റെ വിശ്വാസമാണ്. അഥവാ അങ്ങനെ വിശ്വസിക്കാൻ യേശു നമ്മളെ അവിടെ പഠിപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ നിമിഷങ്ങൾ, ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്ന നിമിഷങ്ങൾ, അവിടെയാണ് നമ്മൾ വളരെ ഉറച്ച ഒരു നിലപാടെടുക്കേണ്ടത്, വളരെ ഫേമായിട്ടുള്ള ഒരു നിലപാടെടുക്കേണ്ടത്. അതായത് എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. എൻ്റെ ദൈവത്തിന് ദൂതന്മാരെ അയച്ച് എന്നെ രക്ഷിക്കാൻ കഴിയും. എൻ്റെ ദൈവത്തിന് ഒരു വാക്കുച്ചരിച്ചാൽ എന്നെ ഇതിൽ നിന്ന് വിടുവിക്കാൻ കഴിയും. യേശു കാണിച്ചു തന്ന മാതൃക വളരെ ശക്തമാണ്. കർത്താവ് നമ്മൾ കാണുന്നത്, കർത്താവ് അവിടെ നിന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? കർത്താവ് പറയാണ്, പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് തൊട്ടു മുമ്പ് പ്രാർത്ഥിച്ചൊരു കർത്താവ് പറയുന്നത് എന്താണ്? പിതാവേ, ഈ പാനപാത്രം കഴിയുമെങ്കിൽ എന്നിൽ നിന്ന് എടുത്തു മാറ്റണം. അതായത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ നമ്മൾ പിതാവിനോട് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇടപെടാൻ നമ്മൾ പ്രാർത്ഥിക്കണം. വളരെ വിശ്വാസത്തോടു കൂടി തന്നെ, വളരെ തീക്ഷ്ണതയോടുകൂടി തന്നെ, രക്തം ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ശരണം എന്താണ്? വിശ്വാസം എന്ന് പറയുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിശ്വാസമാണ് ഉണ്ടാകുന്നത്, അല്ലേ? ആ വിശ്വാസത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കുമ്പോൾ തന്നെ നമ്മളിൽ ശരണവും ഉണ്ടാകണം ഒരേ സമയം. എന്താണ് ശരണം? ഈ പ്രാർത്ഥന എൻ്റെ പിതാവ് കേട്ടില്ലെങ്കിൽ പോലും അവൻ എനിക്ക് നന്മയായിട്ടുള്ളതേ വരുത്തുകയുള്ളൂ എന്ന് പറയുന്നതാണ് ശരണം. ശരണമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയുടെ വിശ്വാസം നഷ്ടമായി പോകുന്നില്ല. ശരണമെന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തി ശരണമെന്ന് പറയുന്ന പുണ്യമുള്ള വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു പ്രതിസന്ധിയിലും ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ദൈവത്തോടുള്ള സ്നേഹമോ വിശ്വാസമോ നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് വിശുദ്ധ പൗസീനാമ നമ്മളെല്ലാവരും കർത്താവിനെ ശരണപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ദൂതന്മാർ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. ഈശോയ്ക്ക്, അപ്പോൾ നമ്മൾ വിചാരിക്കും ഈശോയ്ക്ക് ചുറ്റുമാണ്, അല്ലെങ്കിൽ ഏലിയ പ്രവാചകന് ചുറ്റുമാണ്. അങ്ങനെയൊന്നുമല്ല. കർത്താവിൻ്റെ വചനം പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുക. അപ്പോൾ പിതാവ് എങ്ങനെയാണ് ഈശോ അയച്ചത്? 12 വ്യൂഹം മാലാഖമാരുടെ അകമ്പടിയോടെയാണ് അയച്ചത്, അല്ലേ? നമുക്ക് 94 സങ്കീർത്തനത്തിലും പറയുന്നുണ്ട്, ദൂതന്മാർ നമ്മുടെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ നോക്കും. എന്നാൽ ഈശോ വ്യക്തമായിട്ട് പറയുകയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. അതുപോലെ തന്നെ ഈശോ പറയുകയാണ് 17-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം, കർത്താവ് പറയുകയാണ്, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങളെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയണം. അങ്ങനെയാണ് സ്നേഹിച്ചത്. ആ സ്നേഹിച്ച മാർഗങ്ങളിൽ ഒരെണ്ണമാണ് 12 വ്യൂഹം. അതായത് 12 വ്യൂഹം, അതിലും അധികം ഉണ്ടാകണം. അപ്പോൾ 12 വ്യൂഹത്തെ വിടുമെന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ പറയാണ്, 12 വ്യൂഹം മാലാഖമാരെ ഞാൻ അയക്കും എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 12 വ്യൂഹം മാലാഖമാരാണ് നമ്മളിവിടെ കാണുന്ന ഒരു എണ്ണം. അപ്പോൾ അതുകൊണ്ട് ഈ 12 വ്യൂഹം മാലാഖമാർ ഈശോയുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ 12 വ്യൂഹം മാലാഖമാർ നമ്മുടെ കൂടെയും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 1:14 പറയുകയാണ്, രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകാത്മാക്കളല്ലേ അവരെല്ലാം. മാലാഖമാരെ കുറിച്ച് പറയുന്നത് നിരന്തരം. നമുക്ക് കാവൽ മാലാഖയുണ്ട് എന്ന് നമുക്കറിയാം. ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നതാണ്, കാവൽ മാലാഖയുണ്ട്. പത്രോസ് വാതിലിൽ മുട്ടുമ്പോൾ അവനെ കണ്ടിട്ട് വിശ്വസിക്കുന്നില്ല. എന്നിട്ട് എന്താ വിശ്വസിക്കുന്നത്? അവൻ്റെ കാവൽ ദൂതനായിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. അതായത് നമുക്കൊരു കാവൽ ദൂതനുണ്ടെന്ന് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാം, ബൈബിളിലുടനീളം കാവൽ ദൂതൻ കൂടെ യാത്ര ചെയ്ത വ്യക്തികളെക്കുറിച്ച് നമ്മൾ കാണുകയാണ്. ബൈബിളിലുടനീളം കാവൽ ദൂതൻ നമ്മളോടൊപ്പം ഉള്ളതായിട്ട്
നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ ദൂതന്മാർ അതുപോലെ സ്വർഗീയ സൈന്യം മുഴുവൻ നമുക്ക് വേണ്ടി പാളയമടിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചെറിയ ചെറിയ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ അറിയണം, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുഴുവൻ പദ്ധതികളും എനിക്കറിയത്തില്ല. കാരണം ഈശോയ്ക്ക് ട്രസ്റ്റ് ഉള്ളത് കൊണ്ടും പിന്നെ ഈശോ വെളിപ്പെടുത്തൽ ഈശോയ്ക്ക് അറിയാമായിരുന്നത് കൊണ്ടും ഈശോയ്ക്ക് അത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. പക്ഷേ ഉണ്ടായിരുന്നു. എന്നാൽ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഭവിക്കുന്നത്? ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുമ്പോഴത്തേക്ക് ഈശോ മരിക്കാനായിട്ട് പോവുകയാണ്. അതിന് പിന്നീട് ഈശോ ഉയർക്കുന്നതൊക്കെ അവർ കാണുകയാണ്. അപ്പോഴാണ് അവർ വ്യക്തമായിട്ട് പിതാവിൻ്റെ പദ്ധതികളും ഇടപെടലുകളും ഒക്കെ പഠിക്കുന്നത്. അതിനുശേഷം അവരെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ അവരെ ഉപദ്രവിക്കുന്ന സമയത്തൊക്കെ ശിഷ്യന്മാരിൽ ഈ ട്രസ്റ്റാണ് വർക്ക് ചെയ്യുന്നത്. എന്താണ് വർക്ക് ചെയ്യുന്നത്? കർത്താവിൻ്റെ വലിയ പദ്ധതികൾക്കനുസരിച്ച് മാത്രമേ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അനുവദിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, നമുക്കെല്ലാവർക്കും അറിയാമാണ്, സഭയുടെ ചരിത്രത്തിൽ ആദ്യത്തെ 300 വർഷം യാതൊരു തരത്തിലുള്ള നന്മയും സഭയിൽ കാണുന്നില്ല. ആരൊക്കെ കർത്താവിൽ വിശ്വസിക്കുന്നു അവരെല്ലാം അടികൊണ്ട് ഓടുകയാണ്, അവരെല്ലാം കൊല്ലപ്പെടുകയാണ്. ക്രിസ്ത്യാനിയാവുക എന്ന് പറഞ്ഞാൽ മരണത്തെ സ്വീകരിക്കുന്നതിന് തുല്യമാണെന്നുള്ള ഒരവസ്ഥയിലാണ് ആദ്യത്തെ 300 വർഷം. ആദ്യത്തെ യേശുവിനെ കണ്ട ശിഷ്യന്മാർ ജീവിച്ചിരുന്നപ്പോൾ പിന്നെയും പറയാം. അതിനുശേഷം 100, 150 കൊല്ലം, 200 കൊല്ലം കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. കുട്ടികൾ ചോദിക്കുമ്പോൾ അപ്പനും അമ്മയും വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്ത് മനസ്സിൽ കണ്ടുകൊണ്ടാണ്? നമ്മൾ എവിടെ പോയാലും അടി വാങ്ങിക്കുന്ന, ഏറ്റവും ശക്തനായ ഒരു ദൈവത്തെ പ്രസംഗിച്ചിട്ട് എവിടെ പോയാലും കൊല്ലപ്പെടുന്ന, എവിടെ പോയാലും രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വരുന്ന, എവിടെ പോയാലും കാരാഗൃഹത്തിലായി പോകുന്ന ഒരു വലിയ ആത്മീയത ആണ് നമ്മൾ പ്രസംഗിക്കുന്നതെന്ന് കുട്ടികൾ ചോദിക്കുമ്പോൾ, ഇവിടെ നമ്മൾ പ്രസംഗിക്കുന്ന ദൈവം എവിടെയെന്ന് കുട്ടികൾ ചോദിക്കുമ്പോൾ ഒരക്ഷരം മിണ്ടാതെ സഹനത്തിൻ്റെ വഴികളിലൂടെ കുഞ്ഞുങ്ങളെയും നയിച്ച മാതാപിതാക്കളാണ് ആദ്യത്തെ 300 വർഷം ഉണ്ടായിരുന്നത്. അവരുടെ എല്ലാം ഉള്ളിൽ വിശ്വാസത്തോടൊപ്പം ഉണ്ടായിരുന്ന മഹത്തായ പുണ്യമാണ് ശരണം. തൻ്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ഹിതമാണെന്നും ഇതുപരി നന്മയ്ക്ക് വേണ്ടിയാണെന്നും 2000 വർഷങ്ങൾക്കിപ്പുറം നിന്നിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ 300 വർഷത്തിലെ മഹനീയമായ സഹനം, ആ സഹനത്തിലൂടെ ഈ ലോകത്തിൽ ആ മക്കളിലൂടെ ദൈവം നടപ്പിൽ വരുത്തിയ വൻ കാര്യങ്ങൾ, യേശുക്രിസ്തുവിനോടൊപ്പം രക്തം ചിന്തിയ ഈ 3 നൂറ്റാണ്ടുകളിലെയും വലിയ വലിയ ദൈവമക്കളിലൂടെ ഈ ലോകത്ത് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണാം. ഈ വലിയൊരു മാസ്റ്റർ പ്ലാൻ ഈ വർഷങ്ങൾക്ക് ശേഷം 2000 വർഷങ്ങൾക്ക് ശേഷം റോമിൽ മാർപ്പാപ്പ ഈശോയുടെ നാമം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കത്തോലിക്ക തിരുസഭയിലൂടെ ലോകത്തിൽ യേശുവിൻ്റെ സന്ദേശം എത്തിച്ച തിരുസഭയുടെ മുഴുവൻ കൈവഴികളിലൂടെയും ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ 2000 വർഷത്തെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യത്തെ 300 വർഷത്തെ സഹനത്തിൻ്റെ ഫലം എന്നും നമ്മൾ കാണുകയാണ്. നമുക്കറിയാം, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആണ് കർത്താവിനെ, തിരുസഭയെ വലിയ രീതിയിലുള്ള അംഗീകാരങ്ങൾ നൽകിയ ഒരു രാജാവ്. ഇത് കണ്ടിട്ട് അതിനോടൊന്നും അങ്ങനെ വിശ്വാസം തോന്നാത്ത ചില ആൾക്കാർ പറയും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് സഭ ഇങ്ങനെ ഉണ്ടാക്കിയതെന്ന് പറയും. എന്നാൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ഒരു ഔദ്യോഗിക മതമായിട്ട് സഭയെ പ്രഖ്യാപിച്ചത് കൊണ്ട് സഭ ഇങ്ങനെ ആയതെന്നൊക്കെ പറയും. പക്ഷേ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി എന്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിച്ചു എന്ന് പറയുന്നൊരു വലിയ ചോദ്യം നമ്മുടെ ഈ ചോദ്യത്തിനൊക്കെ മറുപടിയായിട്ട് വരും. അദ്ദേഹം വിശ്വസിച്ചിരുന്ന മറ്റനേകം വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കവേ ഈ 300 വർഷവും രക്തം ചിന്തിയിട്ടും ഈ വിശ്വാസം ഉപേക്ഷിക്കാത്ത വ്യക്തികളുടെ വിശ്വാസം എല്ലാ കാലഘട്ടത്തിലും പീഡകന്മാരായ ചക്രവർത്തിമാരുടെ ജീവിതത്തിന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ നശ്വര ജീവിതത്തിന് പുല്ലുവില കൽപ്പിക്കുന്ന ആധ്യാത്മികതയാണ് ക്രൈസ്തവ ആധ്യാത്മികതയെന്നും അനശ്വരതയെക്കുറിച്ചുള്ള ഇത്രയും വലിയ പ്രത്യാശ അത് ശരണവും വിശ്വാസവും ഉണ്ടെങ്കിലാണ് ആ പ്രത്യാശ നമുക്ക് ലോകത്തെ അറിയിക്കാൻ പറ്റുന്നത് നമ്മൾ അറിയണം. അതിനാൽ നമുക്ക് ഈ സമയം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, 3 നൂറ്റാണ്ടുകളിലുണ്ടായിരുന്ന വലിയ പീഡനങ്ങളൊന്നും ഞങ്ങളെ ഇപ്പോൾ അലട്ടുന്നില്ല. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളുടെ മുൻപിൽ ജനം ചോദിക്കുമ്പോൾ, ഞാൻ തന്നെ സ്വയം ചോദിക്കുമ്പോൾ, എൻ്റെ കർത്താവിന് എന്നെക്കുറിച്ചുള്ള പദ്ധതിയാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. ഞാൻ എത്രയേറെ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വരുന്നില്ലെങ്കിൽ, ഞാൻ പ്രാർത്ഥന തുടരുമെങ്കിലും, അത് മാറുവാനുള്ള പ്രാർത്ഥന ഞാൻ വിശ്വാസത്തോടെ തുടരുമെങ്കിലും, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ കൃത്യമായി നടക്കുകയാണ് എന്നതിൻ്റെ ഉറപ്പ് എൻ്റെ രോമം പോലും, എൻ്റെ മുടിയിഴകൾ പോലും എണ്ണിയിരിക്കുന്ന എൻ്റെ ദൈവം എന്നെക്കുറിച്ച് ആ ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇടവരുത്തുകയില്ല, വരാൻ അനുവദിക്കുകയില്ല എന്ന വിശ്വാസം കർത്താവെ അതെൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് ഇപ്പോൾ പകരണമേ. ആ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വാസം, ശരണം, പ്രത്യാശ ഇങ്ങനെ അങ്ങയുടെ പുണ്യങ്ങളിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.